നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ എന്നുള്ള ടൈപ്പാണ്. സോ ഇതിനു മുമ്പ് നമ്മൾ പല ടൈപ്പുകളും കണ്ടു. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. സോ ബോത്ത് പ്ലെയിൻ ഉദ്ദേശിക്കുന്നത് വി പിക്കും എച്ച് പിക്കും ആണ്. സോ നേരത്തെ നമ്മൾ ലൈൻ ഇൻക്ലൈൻ ടു വി പി പാരലൽ ടു എച്ച് പി, അതുപോലെ തന്നെ ലൈൻ ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി, അപ്പം ഇങ്ങനെയുള്ള കേസുകൾ കണ്ടിരുന്നു. ബോത്ത് പാരലൽ കണ്ടിരുന്നു, ഒരെണ്ണം പെർപെൻഡിക്കുലർ, ഒരെണ്ണം എന്താ ഓരോ പ്ലെയിൻസിനും നമുക്ക് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പം ആ ലൈനിന്റെ പ്രൊജക്ഷൻ വരച്ചതെന്ന് കണ്ടു. അപ്പം ഓരോ കേസസിലും എങ്ങനെയാണ് ആ പ്രൊജക്ഷൻ വരയ്ക്കുന്നത് നമ്മൾ കണ്ടു. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, അതായത് ബോത്ത് പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ലൈൻ, ഈ ഗ്രീൻ കളറിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ് എ ബി എന്ന് പറയുന്ന ലൈൻ. അതിന്റെ എത്ര mm ലോങ് ഒന്നും നമുക്കറിയില്ല, ജസ്റ്റ് അസ്യൂം ദാറ്റ് 80 mm. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം നമ്മുടെ വി പി എച്ച് പി പ്ലെയിനിൽ ഒരു ലൈൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ ലൈനിന്റെ കണ്ടീഷനും പറഞ്ഞു ബോത്ത് ഇൻക്ലൈൻഡ് ആണ്. അതായത് വി പിയിൽ നിന്നും ഒരു ആംഗിൾ ഉണ്ട് ഇതിന്, അതേപോലെ തന്നെ എച്ച് പിയിൽ നിന്നും ഒരു ആംഗിൾ ഉണ്ട്. അതായത് ഇൻക്ലൈൻ ടു എച്ച് പി, ഇൻക്ലൈൻ ടു വി പി ആണ് ലൈൻ ഇരിക്കുന്നത്. സോ നിങ്ങൾക്കത് കുറച്ചും കൂടെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലൈൻസിന്റെ പ്രൊജക്ഷൻ ലൈൻ ഞാൻ ആ പ്ലെയിനിലേക്ക് വരച്ചപ്പോൾ അതിന്റെ രണ്ട് എൻഡ് പോയിന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പിന്റെ വ്യത്യാസം വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഇപ്പൊ നമ്മൾ ഈ പ്ലെയിനിന് പാരലൽ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഹൈറ്റ് നമുക്ക് എന്തായിരിക്കും, സെയിം ആയിട്ട് തന്നെ കിട്ടിയത്. ഇല്ല, ഇപ്പൊ വി പി ആയിരുന്നു നമ്മൾ അത് പാരലൽ ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ഷൻ ലൈനിന്റെയും ഇവിടുത്തെ പ്രൊജക്ഷൻ ലൈനും തമ്മിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. കാരണം ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യാതെ പോകണമെന്നായിരുന്നല്ലോ നമ്മൾ പാരലൽ എന്നുള്ള ടേമിന്റെ പറഞ്ഞിരുന്നത്. സോ ഈ ലൈൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ വന്ന് ഈ പ്ലെയിനിൽ ഇന്റർസെക്ട് ചെയ്യും. ഈ പ്ലെയിനിനെ അപേക്ഷിച്ചിട്ട് ഈ ലൈനിനെ നോക്കിയാൽ ഇത് എന്താവും, ഈ പ്ലെയിനിലും വന്ന് ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ സോ ഈ ലൈൻ, അതായത് ഈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഇതിന് പാരലൽ അല്ല, ഇതിനും പാരലൽ അല്ല. സോ നമുക്കറിയാം എച്ച് പി എന്ന് പറയുന്ന പ്ലെയിനിൽ നിന്ന് എത്രയോ ആംഗിളിലാണ്, അതായത് തീറ്റ ആംഗിളിലാണ് എന്ത് എ ബി എന്ന ലൈൻ ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ വി പിയിൽ നിന്നും എത്രയോ ആംഗിളാണ് എന്ത് ഈ ലൈൻ ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത്. അതായത് വി പിയിൽ നിന്ന് 25 35 എത്രയോ ഡിഗ്രി ആംഗിളിലാണ് ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത് ഈ ലൈൻ. അതേപോലെ എച്ച് പിയിൽ നിന്നും എത്രയോ ഡിഗ്രി ആംഗിളിലാണ് ഇത് ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത്. എച്ച് പിയിൽ നിന്നാണ് ഇൻക്ലൈൻഡ് ആവുന്നതെങ്കിൽ ആ ട്രൂ ഇൻക്ലിനേഷൻ നമ്മൾ തീറ്റ എന്നും, ഇൻക്ലൈൻ ടു വി പി ആണെങ്കിൽ അതിനെ നമ്മൾ ഫൈ എന്നുമാണ് പറഞ്ഞിരുന്നത്. സോ നമുക്ക് മനസ്സിലായി ഈ എ ബി എന്ന് പറയുന്ന ലൈൻ രണ്ടിനും പാരലൽ ആയിട്ടല്ല നിൽക്കുന്നത്, രണ്ടിനും ഇൻക്ലൈൻഡ് ആയിട്ടാണ്. സോ നമ്മുടെ ഇതൊരു പ്ലെയിൻ ആണെങ്കിൽ ആ പ്ലെയിനിന്, ഇതിപ്പം എച്ച് പി പ്ലെയിൻ ആണ്, ഇതിപ്പോ വി പി പ്ലെയിൻ ആണ്, ഞാനൊരു ലൈൻ വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പ്ലെയിനിന് നേരത്തെ ഇതൊക്കെ എങ്ങനെയാണ് പാരലൽ ആയിട്ട് കണ്ടിരുന്നത് അല്ലെ. ഈ പ്ലെയിനിന് ഈ ലൈൻ പാരലൽ ആയിട്ടാണ് കണ്ടിരുന്നത്. ഇതിപ്പം എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിരുന്നു. വേറെ കേസ് കണ്ടിരുന്നത് ഇതിന് പാരലൽ ആയിട്ടും ഇതിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ കണ്ടു. ഇതിപ്പോ നോക്കിയാൽ ഇതിന് പാരലൽ ആണ് അല്ലെ, രണ്ട് എൻഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഈ പ്ലെയിനിൽ നോക്കി കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് തന്നെ വരും. പക്ഷെ ഇത് തമ്മിൽ വരത്തില്ല. അപ്പൊ ഇത് ഇൻക്ലൈൻഡ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ, വി പിക്ക് ഇത് ഇൻക്ലൈൻഡ് ആണ്. സോ ഇത് രണ്ടും കൂടെ ഒരേപോലെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതായത് ലൈൻ ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് എച്ച് പിക്ക് ഇതിപ്പോ പാരലൽ അല്ല, വി പിക്ക് ഇത് പാരലൽ അല്ല. കാരണം ഇവരുടെ എൻഡ് പോയിന്റുകളും ഈ പ്ലെയിനുകളും തമ്മിലുള്ള ദൂരങ്ങൾ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ആംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വി പിയിൽ നിന്ന് ഒരു ആംഗിൾ ഇവിടെയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു ലൈനിന്റെ പ്രൊജക്ഷൻ നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. സോ നമുക്ക് ഈ ഒരു ലൈനിനെ നമുക്ക് എന്ത് ചെയ്യാം, എ ബി എന്നുള്ള നെയിമിങ് നമുക്ക് കൊടുക്കാം. എ ബി എന്ന നെയിമിങ് നമ്മൾ കൊടുത്തു. സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ, ഈ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ ആയിരിക്കും അല്ലെ, ഫ്രണ്ട് വ്യൂ ആയിരിക്കും. നമ്മൾ അതിനെ എങ്ങനെ നെയിമിങ് ചെയ്യുന്നത്, എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലായതുകൊണ്ട് നമ്മൾ എ ഡാഷ് എന്നും അതുപോലെ ബി ഡാഷ് എന്നും പറയുന്നു. ഇതേപോലെ നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ ലഭിക്കുന്നു അല്ലെ. അതിനെ നമ്മൾ നെയിമിങ് കൊടുക്കുന്നത് എന്താണ്, എ എന്നും ബി എന്നും. ഇതാണ് നമ്മൾ നോർമലി ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന
ഒരുപാട് ടൈപ്പുകളിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇവിടെ ചെറിയൊരു വ്യത്യാസം കൊണ്ടുണ്ട് ഈ കാര്യത്തിൽ. അതായത് നമ്മൾ പറഞ്ഞൊരു കണ്ടീഷൻ, അതായത് ഒരു പ്ലെയിനിന് ആ ലൈൻ പാരലൽ ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഇതിന്റെ ഒറിജിനൽ ലെങ്ത് നമുക്ക് അതിന്റെ വ്യൂ ലെങ്ത്തിൽ കിട്ടത്തുള്ളൂ. അതായത് ഇതിന്റെ ട്രൂ വാല്യൂ, അല്ലാതെ ട്രൂ ലെങ്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഈ ലെങ്ത് എത്രയാണോ, ഇപ്പൊ 80 ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ 60 ഉണ്ടാവും, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ ആ വാല്യൂയിലുള്ള ആ ഇതിലുള്ള ഈ ലൈൻ ഈ പ്ലെയിനിന് പാരലൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഈ വ്യൂ ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ട്രൂ ലെങ്ത് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈൻ ഒരിക്കലും ട്രൂ ലെങ്ത് അല്ല. കാര്യം എന്താണ്? ഇതിന് പാരലൽ അല്ല. പാരലൽ ആയിരുന്നെങ്കിൽ ഞാൻ ട്രൂ ലെങ്ത് എന്ന് നമുക്ക് വിളിക്കായിരുന്നു. ഇനി ഇതേപോലെ തന്നെ അടുത്ത എ ബി എന്ന് പറയുന്ന ഇതിലേക്ക് എത്തുമ്പോൾ, എ ബി എന്ന് പറയുന്ന ഈ ക്യാപിറ്റൽ എ ബി എന്ന് പറയുന്ന ഈ ലൈനിന്റെ ടോപ്പ് വ്യൂ നമുക്ക് ലഭിക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഇവിടെയും ഇതേ അവസ്ഥ തന്നെയാണ്. എന്താണ്? ഈ പ്ലെയിനിന് ഈ ലൈൻ പാരലൽ അല്ല. അതുകൊണ്ട് ഇവിടുത്തെ ഒറിജിനൽ ലെങ്ത് എത്രയാണോ അതല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത്തും ട്രൂ ലെങ്ത് അല്ല. മനസ്സിലായല്ലോ? കാരണം ഈ ലൈൻ ഈ രണ്ട് പ്ലെയിനുകൾക്കും പാരലൽ അല്ല, ഇൻക്ലൈൻഡ് ആണ്. സോ ഇതെന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കിട്ടിയതും ടോപ്പ് വ്യൂവിൽ കിട്ടിയ ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈനും സ്മോൾ എ സ്മോൾ ബി എന്ന് പറയുന്ന ലൈനിന്റെ ഡിസ്റ്റൻസ്, അതായത് ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ലെങ്ത് ആണ് അല്ലേ? റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്, റെഡ്യൂസ് വാല്യൂ ആണ് ഈ കാണുന്ന എ ബി എന്ന് പറയുന്നതും എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതും. ഇതേ റെഡ്യൂസ്ഡ് ലെങ്ത് ആയതുകൊണ്ട് ഇതിന്റെ വേറൊരു പ്രത്യേകത വരുന്നത്, നമ്മൾക്കറിയാം ഈ ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഇന്റർസെക്ട് ചെയ്തിട്ടാണ് എന്ത് ബി പിയിൽ നിന്ന് എ ബി നിൽക്കുന്നത് അല്ലെ? അതേപോലെ തന്നെ എച്ച് പിയിൽ നിന്നും തീറ്റ ഡിഗ്രി ആംഗിളിലാണ് ഈ ലൈൻ ഇൻക്ലൈൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിന്റെ വ്യൂ ഇവിടെ കാണുമ്പോൾ, നമ്മളിപ്പോൾ ഇവിടെ വ്യൂ ഒക്കെ വരച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒരു ആംഗിൾ വരും അല്ലെ? അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു ആംഗിൾ വരും അല്ലെ? അപ്പം ഈ തീറ്റ ഡിഗ്രിയിൽ ഉണ്ടായിരുന്ന എച്ച് പിയിൽ നിന്ന് തീറ്റ ഡിഗ്രി ആംഗിൾ ഉണ്ടായിരുന്ന ഈ വ്യൂ നമ്മുടെ വി പി പ്ലെയിനിൽ വരുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒറിജിനൽ ലെങ്ത്തിൽ നിന്ന് കുറഞ്ഞ ലെങ്ത് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്, അവിടെ വേറൊരു ആംഗിൾ ആണ് ക്രിയേറ്റ് ആവുന്നതിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കും. ഓക്കെ. ഇനി ഇതേപോലെ നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമ്മൾ ഫൈ എന്ന് പറയുന്ന ആംഗിൾ ആയിരുന്നു, അതായത് വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഫൈ എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ ഇവിടെയാണ് കാണുന്നിരുന്നത്. അപ്പോൾ ഇതിന്റെ ട്രൂ വാല്യൂ അല്ലല്ലോ ഇത് ഇവിടുത്തെ. സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് ചെയ്യും, ആംഗിൾ വ്യത്യാസം വരും. നമ്മൾ അതിനെ ബീറ്റ എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ രണ്ട് ആംഗിൾ പുതിയത് പഠിച്ചിരിക്കുന്നു, ആൽഫ എന്നും ബീറ്റ എന്നും. ഇനി ഈ ആംഗിളിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അതായത് അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അതിൽ നിന്നും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഫൈ അതുപോലെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അല്ല എന്ത്, ആൽഫയും ബീറ്റയും. സോ തീറ്റ ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു ആൽഫ, അതുപോലെ തന്നെ ഫൈ ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു ബീറ്റ. ഇനി ഈ അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നതും ട്രൂ ഇൻക്ലിനേഷൻ എന്ന് പറയുന്ന ഇത് ട്രൂ ഇൻക്ലിനേഷൻ ആണ്, ഇത് അപ്പാരന്റ് ഇൻക്ലിനേഷൻ ആണ്. ഇവര് തമ്മിൽ ഒരു ചെറിയ ബന്ധം വരുന്നുണ്ട്. അതായത് എപ്പോഴും നമ്മുടെ ട്രൂ ഇൻക്ലിനേഷനെക്കാട്ടിലും കൂടുതലായിരിക്കും എന്ത്, അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഫൈ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ഒരു 35 ആണെങ്കിൽ, ഫൈ ഈസ് ഈക്വൽ ടു 35 ആണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് മേ ബി 40 വരും. അതുപോലെ തന്നെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഒരു 25 ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ആൽഫ എന്ന് പറയുന്ന വാല്യൂ എബോവ് 30 അല്ലെങ്കിൽ 35 സംതിങ്. നമ്മൾ അതിന്റെ കറക്റ്റ് ലെങ്ത് എടുത്ത് വരയ്ക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആംഗിൾ ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ഇൻക്ലിനേഷനെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. സോ നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ കുറെ പ്രത്യേകതകളും അതിന്റെ വ്യൂ എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ പ്രൊജക്ഷൻ എങ്ങനെ, ഡ്രോ ദി പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ എങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നതെന്നാണ് അടുത്തത് കാണുന്നത്.
അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഒന്ന് പാരലൽ ലൈൻ മെത്തേഡാണ്. പാരലൽ ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നുള്ളത് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡാണ്. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇപ്പം പാരലൽ ലൈൻ മെത്തേഡാണ്. അപ്പൊ എങ്ങനെയാണ് പാരലൽ ലൈൻ മെത്തേഡ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ ഇതിൽ വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് വേറെ രണ്ട് കണ്ടീഷനുകളെ കുറിച്ച് നല്ല രീതിയിൽ അറിയാം. അതായത് ലൈൻ പാരലൽ ടു വി പി, അതുപോലെ തന്നെ ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറയുന്ന കേസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. ലൈൻ പാരലൽ ടു വി പി, ഇൻക്ലൈൻ ടു എച്ച് പി എന്നുള്ള കേസ് നമുക്ക് നേരത്തെ കണ്ട് അറിയാം. അതുപോലെ ലൈൻ പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി, ഈ രണ്ട് കേസുകളും നല്ല പോലെ തന്നെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചതാണ്. അപ്പം ലൈൻ പാരലൽ ടു വി പിയും ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറയുന്ന ഒരു ടൈപ്പ്, ലൈൻ പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻ ടു വി പി എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ്. ഈ രണ്ട് ടൈപ്പിലെ എങ്ങനെയാണോ നമ്മൾ അതിന്റെ വ്യൂ വരച്ചത് അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ പാരലൽ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ആ പാരലൽ മെത്തേഡ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഇപ്പൊ ഇവിടെ നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈൻ, ഏകദേശം ഈ രണ്ട് പോയിന്റ് പറഞ്ഞപ്പോഴേ എന്തോ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പൊ എ ബി എന്ന് പറയുന്ന ഈ ഒറിജിനൽ ലെങ്ത് അതിന്റെ വാല്യൂ അല്ലല്ലോ, അതിന്റെ ലെങ്ത് അല്ല നമുക്ക് ഇവിടെ രണ്ടിടത്തും കിട്ടിയിരിക്കുന്നത്. സോ ഈ എ ബി എന്ന് പറയുന്ന ഈ ലൈനിനെ ഞാൻ അതിന്റെ ഫൈ ആംഗിൾ നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്തായിരുന്നു ഫൈ ആംഗിൾ ആ പ്ലെയിനിൽ ഈ ലൈൻ എത്ര ആംഗിൾ ആണോ നിന്നിരുന്നത് അതേ ആംഗിൾ തന്നെ നിർത്തിക്കൊണ്ട് ഞാൻ ഇതിനെ ചെറുതായി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ആംഗിൾ നിലനിർത്തിക്കൊണ്ട്, ഫൈ എന്ന് പറയുന്ന ആംഗിൾ നിലനിർത്തിക്കൊണ്ട് ഈ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് വരുന്ന സമയത്ത് എനിക്ക് എന്ത് സംഭവിക്കുന്നു, ഈ എ ബി എന്ന് പറയുന്ന ലൈൻ ഞാൻ ഫ്രണ്ട് വ്യൂവിലൂടെ നോക്കുമ്പോൾ എനിക്ക് ഇതിന്റെ ലൈൻ ദാ ഇങ്ങനെ പാരലൽ ആയി കിട്ടും. അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ, ആ എ ബി എന്ന് പറയുന്ന ലൈനെ ഫൈ ആംഗിൾ ഞാൻ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് തന്നെ ഈ ലൈനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇതിന്റെ ലൈൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അത് ഞാൻ എവിടം വരെയാണ് കൊണ്ട് ആക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലെയിന് ഇത് പാരലൽ ആക്കിക്കൊണ്ട് നിർത്തി, അങ്ങനെ പഠിച്ചാൽ മതി. അതായത് എ ബി എന്ന് പറയുന്ന ലൈനിനെ ഞാനിപ്പം വി പി എന്ന് പറയുന്ന ലൈനിനെ എന്താക്കി, പാരലൽ ആക്കി നിർത്തി. ആ പാരലൽ ആക്കി നിർത്തിയ ലൈനാണ് ഈ കാണുന്നത്. ഓക്കെ, ഞാൻ എന്നിട്ട് ഇതിനെ B1 എന്ന്, അതായത് ക്യാപിറ്റൽ ബി ആണ്, അതിനെ ഞാൻ B1 എന്ന് വിളിച്ചു. അപ്പൊ നോക്കുമ്പോൾ ഇപ്പൊ എന്താണ്, എ ബി എന്ന് പറയുന്ന ലൈൻ, ഇപ്പൊ ബ്ലൂ ലൈനിൽ കാണുന്നതാണ് എ ബി എന്ന ലൈൻ. ഈ പച്ച ലൈനുള്ള നമ്മൾ വിട്ടു, ആ ലൈനെ നമ്മൾ എവിടെ കൊണ്ട് നിർത്തി, ഇതിനെ പാരലൽ ആക്കി കൊണ്ട് നിർത്തി. സോ എ B1 എന്ന് പറയുന്ന, എ ക്യാപിറ്റൽ B1 എന്ന് പറയുന്ന ലൈൻ ഇപ്പോൾ വി പിക്ക് എന്താണ്, പാരലൽ ആണ് അല്ലെ? അതേപോലെ തന്നെ എ B1 എന്ന് പറയുന്ന ലൈൻ ആർക്ക് ഇൻക്ലൈൻഡ് ആണ്, എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ് അല്ലെ? സോ ആ അങ്ങനെ നിൽക്കുന്ന ഈ ലൈൻ, ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വ്യൂ വരയ്ക്കാം. ഓക്കെ, ഞാൻ ഇതിന്റെ പ്രൊജക്ഷൻ ലൈൻ അങ്ങോട്ടേക്ക് വരയ്ക്കുവാണ്. പ്രൊജക്ഷൻ ലൈൻ വരച്ചു. ഞാൻ എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അതിന്റെ വ്യൂ വരയ്ക്കുവാണ്. അതായത് എ ഡാഷ് എന്ന് പറയുന്നതിൽ നിന്ന് ഇതിന്റെ വ്യൂ ഞാൻ വരയ്ക്കുക. ഓക്കെ, അങ്ങനെ വ്യൂ വരച്ചപ്പോൾ എനിക്കിപ്പം ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ എ ഡാഷ് B1 ഡാഷ്, എ ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനിന്റെ വ്യൂ എന്ന് പറയുന്നതും ഈ ക്യാപിറ്റൽ B1 എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത്തും എന്താണ്, സെയിം ആണ്. അതായത് എനിക്ക് ട്രൂ ലെങ്ത് ലഭിച്ചു അല്ലെ? ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ പ്രൊജക്ഷൻ ലൈൻ റഫറൻസ് ലൈനിലേക്ക് വരച്ചു. അതേപോലെ തന്നെ ഇതിന്റെ പ്രൊജക്ഷൻ ലൈൻ നമ്മൾ ഇതിലോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് ലഭിച്ചു. അപ്പൊ നമ്മൾ ഇതിനെ B1 എന്ന് വിളിച്ചു. അപ്പം
ഫസ്റ്റിലെ നമ്മൾ ചെയ്തത് ഈ കണ്ടീഷനിലോട്ട് ഇതിനെ മാറ്റി. അതായത് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ആംഗിള്. ഓക്കെ, ഒരു ഫസ്റ്റിലെ ഞാൻ ഫൈ ആണ് ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അങ്ങനെയല്ല, നമ്മൾ എച്ച് പിക്ക് എത്രയായിരുന്നു ആംഗിൾ നിന്നത് ആ ആംഗിൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, എ ബി വൺ എന്ന് പറയുന്ന ലൈനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഈ വി പിക്ക് ഇതിനെ പാരലൽ ആക്കി നിർത്തി. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ഇതിനു മുമ്പ് പഠിച്ചത് എന്താണോ അതേ കണ്ടീഷനിലോട്ട് തന്നെ എന്തിനെ കൊണ്ടുവന്നു, നമ്മൾ ഈ ഒരു ലൈനിനെ കൊണ്ടുവന്നു. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി, ട്രൂ ലെങ്ത് തന്നെ കിട്ടി. ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എ ബി വൺ എന്ന് പറയുന്നത് എനിക്ക് റെഡ്യൂസ്ഡ് ലെങ്ത് ആയിട്ട് കിട്ടി. ഇപ്പൊ നിലവിൽ എനിക്ക് എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് കിട്ടിയത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ, അതുപോലെ തന്നെ എ ബി വൺ എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പ് വ്യൂ. അപ്പൊ ഞാൻ ചെയ്തത് എന്താണ്, ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ തീറ്റ ആംഗിൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ഈ ലൈനെ ഞാൻ ഒന്നുമില്ല, ഈ ലൈനെ ഞാൻ വി പിക്ക് പാരലാക്കി നിർത്തി. അങ്ങനെ വി പിക്ക് പാരലാക്കി നിർത്തി കഴിഞ്ഞപ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ എനിക്ക് ട്രൂ ലെങ്ത് ലഭിച്ചു, എ ഡാഷ് ബി വൺ ഡാഷ്. അതേപോലെ തന്നെ അതിന്റെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ എനിക്ക് കിട്ടി, എ ബി വൺ അല്ലേ. ഇനി ഇതേപോലെ തന്നെ ഈ ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എച്ച് പിക്ക് പാരലാക്കുന്നു. അതായത് ഈ എ ബി എന്ന് പറയുന്ന ലൈനെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരുവാണ്, എച്ച് പിക്ക് പാരലാക്കുന്നു. അങ്ങനെ എച്ച് പിക്ക് ഞാൻ പാരലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് കിട്ടുന്നത്, ഇതാ എച്ച് പിക്ക് ഞാൻ പാരലാക്കി നിർത്തുന്നു. അങ്ങനെ എച്ച് പിക്ക് ഞാൻ പാരലാക്കി നിർത്തുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എന്ത് ലഭിക്കും, എനിക്ക് ഈ പോയിന്റ് വരും, അതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ലഭിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അത് എനിക്ക് ഈ ലൈൻ ഇതിന്റെ പാരലൽ എല്ലാം ഇതിൽ തന്നെ വരയ്ക്കുന്നതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആവണ്ട, ഒന്നുമില്ല, നേരത്തെ കണ്ട അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഈ എ ബി എന്ന് പറയുന്ന ഒറിജിനൽ ലെങ്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എച്ച് പിക്ക് പാരലാക്കി കൊണ്ടുവരുന്നു. അങ്ങനെ പാരലാക്കി കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ ട്രൂ വാല്യൂ തന്നെ ഇവിടെ കിട്ടും. അതായത് ടോപ്പ് വ്യൂ എന്ന് പറയുന്ന സാധനം എന്തായിരുന്നോ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് അതിന്റെ ട്രൂ ലെങ്ത്തും കിട്ടും. ഇതിന്റെ ലോക്കസ് പോയിന്റ് ഒന്നായിരിക്കും. ഇപ്പൊ ട്രൂ ലെങ്ത് എനിക്ക് ഇവിടെ ലഭിച്ചു. ഇതേപോലെ തന്നെ എനിക്ക് ഇവിടെ അതിന്റെ എന്ത് ലഭിക്കും, അതിന്റെ ഫ്രണ്ട് വ്യൂ ലഭിക്കും. ഞാൻ ഇനി ഇതിനകത്ത് വരച്ച് കുളവാക്കുന്നില്ല. ഓക്കെ, അപ്പൊ ലൈൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻ, അതായത് ഫസ്റ്റ് കണ്ടീഷനിലോട്ട് ആക്കുന്നത് ലൈൻ എ ബിയെ പാരലൽ ടു വി പിയും ഇൻക്ലൈൻ ടു എച്ച് പി ആക്കുന്നു. ഓക്കെ, കണ്ടീഷൻ 2 എന്ന് പറയുന്നത് ലൈൻ എ ബിയെ ഞാൻ പാരലൽ ടു എച്ച് പി ആക്കുന്നു, അതേപോലെ ഇൻക്ലൈൻ ടു വി പി ആക്കുന്നു. ഡയറക്ട്ലി നമുക്ക് ഇതിനെ എങ്ങനെ നമ്മുടെ റെഫറൻസ് ലൈനിലേക്ക് വരയ്ക്കാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എ ഡാഷ് എ എന്ന് പറയുന്നത് ഇവിടെ യാതൊരു മാറ്റവും ഇല്ല അല്ലെ. പ്രൊജക്ഷൻ ലൈൻ നമ്മൾ റെഫറൻസ് ലൈനിൽ നിന്ന് എ ഡാഷിന് വരച്ച് നോക്കിയാലും ഇവിടെ ഇങ്ങോട്ട് എ നിർത്താൻ ആ ഡിസ്റ്റൻസിന് യാതൊരു മാറ്റമില്ല. സോ ഫസ്റ്റിലെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ എക്സ് വൈ എന്ന് പറയുന്ന റെഫറൻസ് ലൈനിനെ നമ്മൾ കൃത്യമായി വരച്ചു വെക്കുക. അതിൽ നിന്നും ഈ റെഫറൻസ് ലൈനിൽ നിന്നും എ ഡാഷിന്റെ ഹൈറ്റ് അത് നമുക്ക് അറിയണമെങ്കിൽ ഇത്ര mm എബോ എന്ന് പറയുന്ന കണ്ടീഷൻ, അതൊക്കെ നമുക്ക് നേരത്തെ തൊട്ട് അറിയാമല്ലോ. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഉള്ളത് നമുക്ക് ഇത്ര mm എബോ എന്നുള്ളത് തന്നിരിക്കും, ഇത്ര mm എബോ എച്ച് പി തന്നിരിക്കും. ആ പോയിന്റിന്റെ ഹൈറ്റ് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയിൽ എടുത്ത് വെച്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. നമുക്കൊരു പോയിന്റ് ലഭിച്ചു അല്ലെ. അപ്പൊ ഇതിന്റെ വ്യൂ നമ്മൾ ഇവിടെ എ ഡാഷ് എന്ന് കിട്ടിയിരുന്നു അല്ലെ. നമ്മൾ അതിനെ എ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. നെക്സ്റ്റ്, ഇനി ഇവിടെ നിന്നും ലൈനിൽ നിന്നും എ, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് ആണ് ഈ ലൈൻ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും ആ ഡിസ്റ്റൻസ് നമുക്കറിയാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, റെഫറൻസ് ലൈനിൽ നിന്ന് താഴേക്ക് എടുക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എ ഡാഷും അതുപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റും നമുക്ക് ലഭിച്ചു. ഇവിടെ നിൽക്കുവാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഒരു ലൈൻ വരയ്ക്കുവാണ്. നമ്മൾ അതിന്റെ ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ എയും കിട്ടി, എ ഡാഷും കിട്ടി. ഓക്കെ, നമുക്ക് എ ഡാഷും കിട്ടി, എയും കിട്ടി. ഇനി നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റ് ചെയ്യേണ്ട കാര്യം, ഈ കിട്ടിയ എ ഡാഷിലൂടെയും എയിലൂടെയും ആണ് നമ്മുടെ ലോക്കസ് ഓഫ് എ പാസ് ചെയ്യുന്നത് അല്ലെ. ലോക്കസ് ഓഫ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ലോക്കസ് ലൈൻ ആണ്.
സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിന് പാരലായിട്ട് തന്നെയായിരിക്കും നമ്മൾ ഇതിന്റെ ലോക്കസ് ലൈൻ വരയ്ക്കുന്നത്. വളരെ നേരത്തെ ലൈൻ വരച്ചാൽ മതി, ഒരുപാട് കട്ടിയൊന്നും വരയ്ക്കണ്ട. നമ്മൾ ബോർഡിൽ വരയ്ക്കുമ്പോഴാണ് ഇത്രയും കട്ടിയായിട്ട് നമ്മൾ കാണുന്നത്. ഏകദേശം ഒരു ഹൈറ്റിൽ കൃത്യമായി തന്നെ വരച്ചിട്ടുണ്ട്. ഫ്രീ ഹാൻഡ് സ്കെച്ച് ആണ്. ഇവിടെ കുറവെന്നുള്ളതൊന്നും നോക്കണ്ട. ഇതിന് പാരലായിട്ട് തന്നെ എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ച് ഇത് വരയ്ക്കുക. ഇതിന്റെ ലോക്കസ് ഓഫ് എ ആണ്. ലോക്കസ് ഓഫ് എയും ഇത് ലോക്കസ് ഓഫ് എ ഡാഷും. ഈ ലൈൻ എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് എ ഡാഷ് ആണ്. ലോക്കസ് ഓഫ് എ ഡാഷ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാം. എ ബി എന്ന് പറയുന്ന ലൈനിനെ വി പിക്ക് ഞാൻ പാരലാക്കി എച്ച് പിക്ക് അതേ ആംഗിളിൽ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ട് നിർത്തുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ എ ബി എന്ന് പറയുന്ന ലൈൻ വി പിക്ക് പാരലാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ട്രൂ ലെങ്ത് തന്നെയായിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്, അവിടുത്തെ വ്യൂ കിട്ടുന്നത്. പഴയ ടൈപ്പുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പം പറയുന്നത് എന്തെന്ന് മനസ്സിലാവും. അല്ലാതെ ഇത് മാത്രം ഇപ്പോൾ എടുത്ത് വെച്ച് നോക്കുന്നവർക്കൊന്നും ഒരു കാര്യം മനസ്സിലാവത്തില്ല. സോ എ ബി എന്ന് പറയുന്ന ലൈനിനെ ഞാൻ വി പിക്ക് പാരലാക്കുവാണെങ്കിൽ ആ ലൈൻ തന്നെയായിരിക്കും എന്ത്, എൻ്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. സോ എനിക്ക് ട്രൂ ലെങ്ത് ഇവിടെ ഇപ്പം ഞാൻ 80 mm അല്ലെങ്കിൽ 60 mm എന്ന് ഈ ലൈനിന്റെ ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ട്രൂ ലെങ്ത് തന്നെയാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ ലഭിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ആംഗിൾ തീറ്റ എത്രയെന്ന് നോക്കുന്നു. പ്രൊട്ടക്ടർ വെച്ച് ഞാൻ ഇവിടെ ആംഗിൾ അളക്കുന്നു. അളന്നതിന് ശേഷം ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ അതിന്റെ ട്രൂ ലെങ്ത് ഇവിടെ വരയ്ക്കുകയാണ്. ഞാൻ അതിന്റെ ട്രൂ ലെങ്ത് വരയ്ക്കാൻ പോവാം. ഇതിന്റെ ട്രൂ ലെങ്ത് വരച്ചു. സോ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടി. നമ്മൾ ഇതിനെ എന്ത് വിളിക്കും, ബി ഡാഷ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ, എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഇത് ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഉള്ള വ്യൂ അല്ലേ. അപ്പൊ നമുക്ക് ബി ഡാഷ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്തതുകൊണ്ട് ഇതിനെ നമുക്ക് B1 എന്ന് വിളിക്കാം. കാരണം എ ബി എന്ന് പറയുന്ന ലൈനിനെയാണല്ലോ ഞാൻ ബി പിക്ക് പാരലൽ ആക്കിയത്. സോ ഞാൻ ഇതിനെ B1 എന്ന് വിളിക്കുന്നു. B1 എന്ന് വിളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ വ്യൂ ആണ് ഞാൻ വരച്ചിരിക്കുന്നത് അല്ലെ. അപ്പം B1 ഡാഷ്. അപ്പൊ B1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഈ ഫസ്റ്റ് കണ്ടീഷൻ വരച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്തിരുന്നത്, ഇങ്ങനെ B1 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അതിനൊരു ലോക്കസ് പോയിന്റ് വരയ്ക്കും അല്ലെ. ഇനി ഇതിന് നമുക്കൊരു ലോക്കസ് ലൈൻ വരയ്ക്കാം. ലോക്കസ് ലൈൻ ഓഫ് ബി, ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസ് ലൈനാണ് ഈ പാസ് ചെയ്തു പോയത്. സോ നമ്മൾ അവിടെ നിന്നും എന്ത് ചെയ്യുന്നു, ഇതിനെ ഡയറക്റ്റ് നമ്മൾ അവിടെ അതിന്റെ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ അതിന്റെ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. എനിക്ക് ഇവിടെ പോയിന്റ് ലഭിച്ചു. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ട്രൂ ലെങ്ത്തിന്റെ ടോപ്പ് വ്യൂ അല്ലെ. ഈ ട്രൂ ലെങ്ത്തിന്റെ ടോപ്പ് വ്യൂ ആണ് എനിക്ക് ലഭിച്ചത്. നമ്മൾ ഒരിക്കലും ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്ന് റിയൽ ലൈൻ്റെ ഇത് പറയുന്നില്ല. കാരണം ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നിർത്തിയിരിക്കുക. എ ബി എന്ന് പറയുന്ന ലൈന് ബി പിക്ക് പാരലും ഇതിന് ഇൻക്ലൈൻഡ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മൾ വരച്ചതാണ് എ ഡാഷ് B1 ഡാഷ്, അതുപോലെ തന്നെ എ എന്നും. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിനെ ഈ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും, B1 എന്ന് വിളിക്കും. കാരണം എ ബി എന്ന ലൈനിനെ നമ്മൾ പാരലാക്കി നിർത്തിക്കൊണ്ടുള്ളപ്പോൾ അതിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ ഇവിടെ എഴുതുവാണ് B1. ശരിക്കും നമ്മൾ അവസാനം നമുക്ക് വരയ്ക്കേണ്ട പ്രൊജക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ഈ എ ബിയും ഈ എ ഡാഷ് ബി ഡാഷും ആണ്. അല്ലാതെ ഇതൊന്നും അല്ല നമ്മുടെ പ്രൊജക്ഷൻ വ്യൂ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അതിലേക്ക് എത്തുന്ന വഴികളാണ്. സോ ഫസ്റ്റ് കേസിൽ തന്നെ കണ്ടീഷൻ 1 അപ്ലൈ ചെയ്യുക. എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റും എ എന്ന പോയിന്റും നമുക്ക് കിട്ടി. ഇതിനെ നമ്മൾ ഇതിന് പാരലാക്കി നിർത്തിയപ്പോൾ ഇതിന്റെ ലെങ്ത് എത്രയാണോ അത് തന്നെ നമുക്ക് കിട്ടും. ഈ ആംഗിളിന് യാതൊരു മാറ്റവും ഇല്ല. സോ ഈ ആംഗിൾ നമ്മളിവിടെ തീറ്റ ആംഗിൾ എത്രയായിരുന്നു അത് നമ്മളിവിടെ അളന്നു. അങ്ങനെ 80 mm എങ്കിൽ 80 mm എത്രയാണോ ലെങ്ത് എടുത്തു അതിനെ നമ്മൾ കണ്ടെത്തി. അവിടെ കൂടെ ഒരു ലോക്കസ് ലൈൻ നമ്മൾ വരച്ചു. അവിടെ നിന്നും ലൈൻ ഇന്റർസെക്ട് ചെയ്തു അടുത്ത ലോക്കസ് ലൈനിലേക്ക്. ഇതാണ് ഇതിന്റെ ഈ ലൈൻ ഞാൻ പാരലാക്കി വെച്ചപ്പോൾ ഇതിന്റെ ടോപ്പ് വ്യൂ എനിക്കിവിടെ ലഭിച്ചത്. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട് വ്യൂ ആയി ടോപ്പ് വ്യൂ ആയി. ഇനി ഞാൻ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാ. ഈ എ ബി എന്ന് പറയുന്ന ലൈനിനെ ഞാൻ എച്ച് പി എന്ന് പറയുന്ന ലൈനിന് പാരലാക്കി നിർത്തിക്കൊണ്ട് ഇതിന് ഇൻക്ലൈൻഡ് ആയിട്ട് നിർത്തുക. ലൈൻ എ ബി പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻഡ് ടു വി പി.
ഫൈ എന്ന് പറയുന്ന ആംഗിളിൽ യാതൊരു മാറ്റവും അവിടെ വരുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുവാണ്, രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എ ബി എന്ന് പറയുന്ന ലൈൻ ഇതിന് പാരലൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് എത്രയാണോ അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന വ്യൂവിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. അതായത് ട്രൂ ലെങ്ത് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എ ബി എന്ന് പറയുന്ന ലൈൻ എത്ര ഉണ്ടായിരുന്നു, ഇവിടെ 80 mm എടുത്തേ. ഇവിടുത്തെ ആംഗിളിന് ഇൻക്ലൈൻഡ് ആംഗിൾ ഇവിടുത്തെ എത്രയാണോ ഫൈക്ക് ഒരു മാറ്റവും ഇല്ല. ആ ഫൈ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണോ അത് നമ്മൾ ഇവിടെ അളക്കുന്നു. ആ അളന്ന് ഇതിൽ 80 mm എത്ര വരും എന്ന് നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമുക്ക് ലൈൻ വരയ്ക്കാം. ഓക്കെ, നമ്മൾ ആംഗിൾ എത്രയാണെന്ന് നോക്കുന്നു. ആംഗിൾ സംതിങ് തന്നിട്ടുണ്ടായിരുന്നു, അത് എടുത്തു. അതിനുശേഷം നമ്മൾ ഇതിന്റെ ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് വരച്ച ട്രൂ ലെങ്ത് ആണ് അല്ലെ, അതിന്റെ ടോപ്പ് വ്യൂ ആണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. സോ നമുക്കതിനെ B2 എന്ന് വിളിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ B2 എന്ന് വിളിക്കാം. സോ ഈ B2ൽ നിന്ന് ഞാൻ അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത്, A' എന്ന് പറയുന്ന എന്റെ ലൈനിലേക്ക് ഞാൻ എന്ത് ചെയ്യുവാണ്, ഞാൻ ഇന്റർസെക്ട് ചെയ്യാൻ വേണ്ടി വരയ്ക്കുവാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പ്രൊജക്ഷൻ ലൈൻ ഇവിടേക്ക് വരച്ചു. എനിക്ക് ഇവിടെ എന്ത് കിട്ടി, ഒരു പോയിന്റ് ലഭിച്ചു. ഓക്കെ, അപ്പൊ ആ പോയിന്റിനെ ഒത്തിരി നീങ്ങിപ്പോയി, അത്ര പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിരിക്കും. ഞാൻ കുറച്ചും കൂടെ റിയൽ ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്തു പോവാം. സോ ഈ AB2 എന്ന് പറയുന്ന ഇതിന്റെ, അതായത് ഇത് പാരലാക്കി HP ക്ക് നിർത്തിയതിന്റെ ടോപ്പ് വ്യൂ ആണ് നമ്മളിപ്പം കണ്ടത്. ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇപ്പൊ എന്തായിരിക്കും, ഇങ്ങനെ കാണുന്ന വ്യൂ അല്ലെ, ആ ഫ്രണ്ട് വ്യൂ ആണ് ഈ A'. ഇത് B2 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, B2' എന്ന് വിളിക്കാം. നമ്മൾ B2' എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ A', B2' എന്ന് പറയുന്ന ലൈനും കൂടെ നമ്മൾ വരയ്ക്കാൻ പോവാം. ഓക്കെ, നമ്മുടെ A', ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യം ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് കണ്ടീഷൻ AB എന്ന് പറയുന്ന ലൈനിനെ അതിന്റെ VPക്ക് പാരലാക്കി നിർത്തി, ഇതിന് ഇൻക്ലൈൻഡ് ആയിട്ട് നിർത്തിയപ്പോൾ നമ്മൾ ആ ടൈപ്പ് കണ്ടതാണ്. അതായത് അതൊന്നും കൂടെ പോയി കണ്ടാൽ മനസ്സിലാവും. ലൈൻ AB പാരലൽ ടു VP ഇൻക്ലൈൻഡ് ടു HP, അതിലാണ് നമ്മൾ ആദ്യത്തെ കേസ് വരച്ചത്. രണ്ടാമത്തെ കേസ് വരച്ചത് ലൈൻ AB പാരലൽ ടു HP ഇൻക്ലൈൻഡ് ടു VP എന്നുള്ള കണ്ടീഷനിൽ ഈ AB യെ നമ്മൾ ഈ HPക്ക് പാരലാക്കി നിർത്തി. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തത് വരച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഫൈ ആംഗിൾ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ തീറ്റ ആംഗിൾ എടുത്തിട്ടാണ് നമ്മൾ വരച്ചത്. അപ്പൊ അതിലൊന്നും ഒരു മാറ്റവും ഇല്ല, കാരണം നമ്മൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തത് കൊണ്ടാണ്. നേരത്തെ ആൽഫ ബീറ്റ എന്ന് പറയുന്ന പുതിയ ആംഗിളിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പൊ നമ്മുടെ നിലവിലോട്ട് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എല്ലാം കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ A', B' അതുപോലെ AB എന്ന് പറയുന്ന ഇതാണല്ലോ നമ്മുടെ ഫൈനൽ റിസൾട്ട്. A', B' എന്ന് പറയുന്ന ഇതിന്റെ വ്യൂവും അതുപോലെ AB എന്ന് പറയുന്ന വ്യൂ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കോമ്പസ് എടുത്ത് വെച്ചിട്ട് A' എന്ന് പറയുന്ന പോയിന്റിൽ കുത്തി നിർത്തിക്കൊണ്ട് നമ്മൾ ഈ B2 എന്ന് പറയുന്ന ഇതിന്റെ അളവെടുത്ത് നേരെ ഒരു ആർക്ക് ഇവിടെ വന്ന് കട്ട് ചെയ്യുക. കോമ്പസ് എടുക്കുക, കോമ്പസ് എടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ നിർത്തിക്കൊണ്ട് പെൻസിലിൽ ഇതിന്റെ ഡയമെൻഷൻ എടുത്ത് നോക്കുക, B2 എത്ര വരുന്നുണ്ടെന്ന്. അവിടെ നിന്ന് നേരെ നമ്മൾ ഇതിനെ സർക്കിൾ മോഡലിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു, അതായത് ഇതിന്റെ ലോക്കസ് പോയിന്റ്. അതുപോലെ നമ്മൾ B2ന്റെ ലോക്കസ് പോയിന്റ് വരച്ചിട്ടില്ലായിരുന്നു. അപ്പം B2ന്റെ ലോക്കസ് ഓഫ് B വരയ്ക്കുക. ലോക്കസ് ഓഫ് B നമ്മൾ വരയ്ക്കാം. നമ്മൾ നേരത്തെ വിട്ടുപോയ കേസാണ്. ഓക്കെ, B2ന്റെ ലോക്കസ് പോയിന്റ് വരച്ചു. നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, നമ്മളത് വിട്ടുപോയി, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ A' നിന്ന് കുത്തി നിർത്തിക്കൊണ്ട് B2ന്റെ ഡയമെൻഷൻ എടുത്തു, നേരെ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആർക്ക് കട്ട് ചെയ്ത് അവിടെ നിന്നും A' വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത് നമ്മൾ
കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, ഈ ലൈനാണ് നമ്മൾ കുറച്ചും കൂടെ നല്ല കട്ടിക്ക് വരയ്ക്കേണ്ടത് പെൻസിൽ വരയ്ക്കുമ്പോൾ. ഓക്കെ, അപ്പം ഇത് ഈ ലഭിച്ചതാണ് എന്ത്, നമ്മുടെ എ ഡാഷ് ബി ഡാഷ്. അതായത് ഈ എ ഡാഷ് ബി ഡാഷ് ആണ് ഇപ്പൊ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് അടുത്തത് എടുക്കാൻ പോകുന്നത് എന്താണ്, ഈ കോമ്പസ് എടുക്കുന്നു, എയുടെ പോയിന്റിൽ നിർത്തിക്കൊണ്ട് നമ്മൾ B1 എന്ന് പറയുന്ന ഈ ഇവിടുത്തെ കിട്ടിയുണ്ടല്ലോ, ഇവിടെ നിന്നും ഇതിന്റെ ഡയമെൻഷൻ എടുക്കുന്നു, അവിടെ നിന്നും നേരെ നമ്മൾ ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയിൽ എടുക്കുന്നു, പോയിന്റ് എയിൽ നിന്ന് നമ്മൾ ഈ പോയിന്റ് എവിടെയാണോ കട്ട് ചെയ്തത് ആ പോയിന്റിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇവിടുന്ന് ഈ കോമ്പസിൽ ഇത് എടുത്തു, നമ്മൾ നേരെ ഒരു ആർക്ക് വരച്ചു, ഈ ലോക്കസ് ലൈനിൽ ഇത് കട്ട് ചെയ്തു. ഇനി എയിൽ നിന്ന് പോയിന്റ് എയിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പം ഇത് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് AB എന്ന് പറയുന്ന ലൈനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ ഇനി നമ്മൾ ഇതില് ഒരു കാര്യം കൂടെ നോക്കിയാൽ, ഇത് റിയൽ ആയിട്ട് നമ്മൾ ഡയമെൻഷൻ എടുത്ത് ആംഗിൾ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ടില് നമ്മുടെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈനും ഈ AB എന്ന് പറയുന്ന ലൈനിന്റെ ഈ ലോക്കസ് തമ്മിൽ നമ്മൾ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അതായത് AB എന്ന് പറയുന്നതും എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതും ലോക്കസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനിന്റെ പോയിന്റുകൾ തമ്മിൽ വരച്ചു നോക്കിയാൽ എന്തായിരിക്കും, കറക്റ്റ് ലൈനിൽ തന്നെ ആയിരിക്കും. ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് എഴുതിയിടാനുണ്ട്. അതായത് ഇതെന്ന് പറയുന്നത്, ഈ ലൈൻ എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് ബി ഡാഷും ഇതെന്ന് പറയുന്നത് ലോക്കസ് ഓഫ് ബിയും ആണ്. ഓക്കെ, ഇത് ലോക്കസ് ഓഫ് എ ഡാഷും ഇത് ലോക്കസ് ഓഫ് എയും ഇത് ലോക്കസ് ഓഫ് ബിയും ഇത് ലോക്കസ് ഓഫ് ബി ഡാഷും ആണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ ലൈനിൽ കാണുന്ന എ ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ ലെങ്ത് ആണ്. ഇവിടുത്തെ AB2 എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രൂ ലെങ്ത് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ എന്ത് വ്യൂ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്, നമുക്ക് ലഭിക്കുന്നത് അവിടെ എന്താണ്, ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അതായത് ഈ ആംഗിളിൽ ഇരിക്കുന്ന ഇൻക്ലൈൻഡ്, രണ്ട് പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന AB എന്ന് പറയുന്ന ലൈനിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതേപോലെ ഇതെന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് വ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ ഇവിടെ ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കിട്ടിയിരിക്കുന്ന AB എന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് വ്യൂ ആണ്. ഇതിൽ തന്നെ നമ്മൾ കണ്ടീഷൻസ് ഇതിൽ തന്നെ വരയ്ക്കാതിരുന്നത് അവസാനം ഫൈനലി എത്തേണ്ട എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്നു, AB എന്ന് പറയുന്നതിന്റെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഇടയ്ക്കുണ്ടായ കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്തൊന്നും കൂടെ നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടാണ്. ഈ രണ്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. ആ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ എടുക്കുന്നതിന് B1 എന്ന് തന്നെ ഈ നെയിമിൽ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് കൊണ്ടുപോവുക. അതുപോലെ തന്നെ എ ഡാഷ് B2 ഡാഷിൽ നിന്നാണ് ഈ ആർക്ക് വരച്ചിരിക്കുന്നത്. ആർക്ക് ഇതിങ്ങനെ വരച്ച് കാണിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ അടുത്ത പ്രോബ്ലംസ് നമുക്ക് പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ബോർഡാകുമ്പോൾ കുറച്ച് പരിമിതികളുണ്ട് നമുക്ക് വരയ്ക്കുന്നതിനും എടുക്കുന്നതിനൊക്കെ. എന്തായാലും ഈ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല. അടുത്ത പ്രോബ്ലം വരുമ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം.